afternoon all. Good afternoon, ma'am. Good afternoon. നമ്മള് കണ്ടായിരുന്ന സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മളെടുത്ത് തുടങ്ങിയത്. എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? ഈശ്വരൊക്കെ വരുന്നുണ്ട്. എങ്ങനെ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പറഞ്ഞോ, എന്തോ പറയാൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും കൂടി കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അല്ലെ. അവിടെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങള് എല്ലാവർക്കും വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ പൊല്യൂഷൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കാനായിട്ടുള്ള, അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് അല്ലെ, എന്തെങ്കിലും വേസ്റ്റുകളുടെ ലീക്കേജോ അല്ലെങ്കിൽ ഓവർ ഫ്ലോ വന്ന് തുളുമ്പി പോകുന്ന അവസ്ഥയൊക്കെ വളരെയധികം ശ്രദ്ധ. കാരണം അവിടെ അണുക്കളുള്ള വേസ്റ്റുകളൊക്കെ ആയിരിക്കും. അത് നാച്ചുറലി എല്ലായിടത്തേക്കും അല്ലെ പ്രസരണം അണുക്കൾ തന്നെ ആയതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു. എന്താണ് ഇൻട്രൊഡക്ഷൻ കണ്ടു, റിസ്ക് കണ്ടു, പിന്നെ സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ, അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്? നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു നോക്കി. സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ള കാര്യം അറിയാലോ അല്ലെ. എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? നമ്മള് എന്തെങ്കിലും അല്ലെ ഡ്രസ്സിങ് കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ക്ലീനിങ് കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ രോഗിയെ പേഷ്യന്റിനെ ചേഞ്ച് ചെയ്യുന്ന ടൈമിലെല്ലാം വ്യത്യസ്ത തരത്തിൽ കെമിക്കലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലബോറട്ടറികളൊക്കെ അങ്ങനെ കെമിക്കൽ പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ, ബ്ലഡ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ എന്താണ് ചെറിയ രീതിയിലേക്ക് ലീക്കേജോ സ്പില്ലേജ് ഒക്കെ വന്നാണ് ഹോസ്പിറ്റലില് സ്പില്ലേജ് വേസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ളതാണുള്ളത് നിങ്ങൾ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എന്താണ് ബ്ലഡ് പറഞ്ഞു, ഫ്ലൂയിഡ് പറഞ്ഞു, റേഡിയേഷൻ വരുന്നു, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ഇതിൽ കെമിക്കൽസ് അല്ലെ, മറ്റു തരത്തിലുള്ള കെമിക്കൽസ് രീതികളിലെല്ലാം തന്നെ സ്പില്ലേജ് വേസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ജസ്റ്റ് അല്ലെ ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഈച്ച് ടൈപ്സ് നീഡ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതായത് ഓരോന്നല്ല വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജുകൾ ഉണ്ടാവാം. ഓരോന്ന് അല്ലെ കെയർഫുൾ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം അല്ലെ. അത്തരത്തിലുള്ള വസ്തുക്കള് മറ്റു എല്ലാം കൂടി ഒന്നിച്ച് വേസ്റ്റ് ആക്കി നമുക്ക് അത് എന്താ പറയുക ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് സെപ്പറേറ്റ് ബിന്നുകളിൽ തന്നെ ഹസാർഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് എല്ലാ പ്രകൃതിയെ തന്നെ എന്താ ദോഷകരമായി ബാധിക്കാവുന്നത് കൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് തന്നെ ബിൻ ചെയ്ത് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിച്ചിട്ട് അതിന്റെ നശീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പ്രത്യേകം തന്നെ ഓരോ കെമിക്കൽസും ആണെങ്കിലും ഓരോ വേസ്റ്റുകളും കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് ഇതുകൾ പറയുന്നുണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇതിന്റെ പ്രത്യേകത ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് നമുക്ക് നോക്കാം. കണ്ടോ ഇവിടെ പ്രത്യേകമായിട്ട് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ളതും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്നുള്ളതും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും, കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ്, അങ്ങനെ ഓരോന്നും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓരോ സ്പില്ലേജും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഫസ്റ്റ് അല്ലെ രണ്ടെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ പിന്നീടുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതില് പോയിന്റ്സ് മാത്രമാണ് ജസ്റ്റ് കൊടുത്തത്. ഹൗ മെനി ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അല്ലെ അതിൽ പറയാൻ കഴിയണം ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ്, എത്ര തരത്തിലുള്ള
സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു 7 ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതില് 7 ടൈപ്സ് കൃത്യമായിട്ട് അതിൽ വിവരിച്ച് പറയുന്നുണ്ട്. ഇതിൽ നോക്കുമ്പോൾ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. ഓരോ രോഗിയുടെ ജസ്റ്റ് ഫ്ലൂയിഡ്സുകളും അതേമാതിരി തന്നെ ബ്ലഡും അതെല്ലാം എന്തെങ്കിലും രീതിയിൽ അല്ലെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടാവുമ്പോൾ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വേസ്റ്റ് ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്ന വേസ്റ്റ്. ദെൻ കെമിക്കൽസ്, ഷാർപ്പ്, അതായത് മൂർച്ചയുള്ള കത്തികളും അല്ലെ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ഡ്രസ്സിങ് കാര്യങ്ങളാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിലും ഷാർപ്പായിട്ടുള്ള മൂർച്ചയായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ കത്രികകളും നീഡിലും പെൻ പോലെയുള്ള കത്തികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുമേ അണുക്കൾ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് അത് കൈകാര്യം ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ക്യാൻസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ രോഗനിർണയ കാര്യങ്ങളിലൊക്കെ ചെറിയ തോതിലെങ്കിലും എങ്കിലും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സ്പ്രെഡിങ് അതും നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതും. ദെൻ ഓർഗാനിക് മെറ്റീരിയൽസ്, അത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് hospitals utilize organic materials for a research or a diagnostic purpose. അതായത് നമുക്കറിയാം അല്ലെ നമ്മളെ ഗവേഷണം നടത്തുക എന്ന് പറയുന്നത് ചെറിയ ഒരു ഇതുകളാണ് അല്ലെ. അത് വളരെയധികം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടാണ് അതിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ട് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അതായത് നമ്മള് ബാക്ടീരിയകളെ കണ്ടെത്തുക അല്ലെ, വൈറസ് അല്ലെങ്കിൽ രോഗം പരത്തുന്ന അതുകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെങ്കിൽ അല്ലെ അത് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗവേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുമ്പോഴും എന്താണ് ചെറിയ രീതിയിലുള്ള സ്പില്ലേജ് വേസ്റ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ലീക്കേജുകൾ സംഭവിച്ച് രോഗാണുക്കള് സ്പ്രെഡ് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ദെൻ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ വിടും. നമുക്ക് എന്തൊക്കെയാ പെടുത്താൻ സാധിക്കും? അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസിൽ ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആലോചിച്ച് നോക്കിയേ. അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടോ? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽസ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇതുപോലെയുള്ളത് നേരത്തെ പറഞ്ഞു. നമ്മളെ മർക്കുറി ഒക്കെ അല്ലെ, നമ്മള് ടെമ്പറേച്ചർ ഒക്കെ പണ്ടുകാലത്ത് ഗ്ലാസ് ടെമ്പറേച്ചർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ലൈക്ക് ചെറിയ തോതിലുള്ള മർക്കുറി ഒക്കെയാണ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ അതൊക്കെ പൊട്ട് അല്ലെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മർക്കുറി സ്പ്രെഡ് ചെയ്യാനായിട്ടും അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ രോഗനിർണയത്തിനും എന്താണ് ലാബില് അല്ലെ ലബോറട്ടറികളിലൊക്കെ ചെറിയ രീതിയിലുള്ള കെമിക്കൽ മർക്കുറിയോ ലെഡോ അതൊക്കെ ഇമ്പോർട്ടന്റ് പോർഷൻസ് എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ ഇത് ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രം. അതായത് ഇതിന്റെ പൊതുവെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണ് ഹൗ മെനി ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് ചോദിക്കുന്നത് നമുക്കറിയാം. 7 ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ ഹോസ്പിറ്റലിലാകുമ്പോൾ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴേക്ക് വരുന്നത്. ഏത് തരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് പോകേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്രത്തോളം സ്പില്ലേജ് വേസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഹൗ മെനി ടൈപ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ അനുസരിച്ചിട്ട് താഴേക്ക് ഒരു 7 ടൈപ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ഒരു കാര്യത്തിൽ തന്നെ അതനുസരിച്ചിട്ട് 7 നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മള് മെർക്കുറി അല്ലെങ്കിൽ ലെഡ് പോലെയുള്ള സംഭവങ്ങൾ അതൊക്കെ ചെറിയ രീതിയിലെങ്കിലും ലബോറട്ടറികളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തെങ്കിലും എക്യുപ്മെന്റ്സിലെല്ലാം അത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഹോസ്പിറ്റലിലാവുമ്പോൾ. അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ച ആ ഒരു ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതില് നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു മെർക്കുറി കണ്ടന്റ് അതിലുണ്ട്. അപ്പൊ അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അല്ലെ ഡാമേജസ് സംഭവിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സ്പ്രെഡിങ് അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള വേസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മാറ്റേഴ്സുകൾ കണക്കിലെടുത്തിട്ട് അതും ഒരു ഡേഞ്ചറസ് മെറ്റീരിയലാണ്. അപ്പൊ അത്തരത്തില് മെഡിക്കൽ എക്യുപ്മെന്റ്സിലെല്ലാം ഇത്തരം മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം സ്പില്ലേജ് വേസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഇതിന്റെ എക്സസൈസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് അല്ലെ മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റില് പഠിച്ചു പോകും.
ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ അതിലേക്ക് കിടക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ഇതിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റില് എന്താണ് പറയണേന്ന് നോക്കാം. അതായത് നമുക്കറിയാം അല്ലെ എന്തൊക്കെ രീതിയിലാണ് ഇതുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കേണ്ടതുണ്ട് അല്ലെ. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് അത് പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഹോസ്പിറ്റലാവുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അതല്ലെങ്കിൽ എല്ലാവർത്തേക്കും സ്പ്രെഡ് ചെയ്ത് രോഗാണുക്കളൊക്കെ എല്ലാവർത്തേക്കും വ്യാപിക്കാനായിട്ടും അവിടെയുള്ള പേഷ്യൻസിനും അല്ലെ എംപ്ലോയേഴ്സിനും എല്ലാം തന്നെ എന്തെങ്കിലും രീതിയിൽ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പകർച്ച രീതിയിൽ തന്നെ രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് എന്താ പറയുന്നത് നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് one of the important aspect of waste management in hospital, as it can have serious after effect if not managed properly. എന്താ പ്രത്യേകം പറയുന്നത്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനെ എന്തെങ്കിലും കൃത്യമായിട്ട് തന്നെ മാനേജ് ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് പറയുന്നത് ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഇവിടെ വേസ്റ്റ് തന്നെ നോക്കാം. ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസ്പോൺസ് പ്ലാൻ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു റെസ്പോൺസ് ടീം ഉണ്ടാവും. എന്തായാലും ഇങ്ങനത്തെ എന്തെങ്കിലും ലീക്കേജുകൾ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ റേഡിയേറ്റീവ് എന്തെങ്കിലും ചോർച്ചകളൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിൽ പറയുന്നത് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ആ പ്ലേസിൽ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും. Hospital should prepare a plan in place for responding to leakage, which identify the type of spillage, evaluate the risk, and carry out the active measure to contain and clean up the leakage. എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചു, നമ്മളിപ്പോ വീടുകളിലാണെങ്കിലും ലീക്കേജ് എന്തിന്റെങ്കിലും സംഭവിച്ച എന്താ ചെയ്യാ? ആദ്യം തന്നെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഗ്ലാസ് പൊട്ടി. അപ്പൊ എന്താ ചെയ്യുക? സാധാരണയായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? ഒരു ഗ്ലാസ് ഒക്കെ നമ്മള് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോഴോ ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ തെന്നിപ്പോയി. ഓക്കെ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തും അപ്പൊ നമ്മൾ എന്താണ് അവിടെ എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് നമ്മൾ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ആക്ഷൻ എടുക്കും എത്രയും പെട്ടെന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുക. അതായത് കുട്ടികളുണ്ടെങ്കിൽ മാറ്റി നിർത്തുക, എങ്ങനെ വരരുതെന്ന് പറയാം. എത്രയും പെട്ടെന്ന് അത് അടിച്ച് തൂത്തെടുത്ത് അവിടെ തുടച്ച് ക്ലീൻ ചെയ്യും നമുക്കറിയാം അതൊരു ഡേഞ്ചറസ് ആണ് അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ്. അത് മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു ആക്ഷൻ എടുക്കും. അത് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്. Hospitals should prepare a plan in a place for responding to leakages which identify the type of spillage, evaluate the risk and carry out active measure to control. അതായത് എത്രയും പെട്ടെന്ന് എന്ത് സ്പില്ലേജ് ആണ് സംഭവിച്ചത് നമുക്കറിയാം. അത് ഇത്തിരി ഡേഞ്ചറസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കെമിക്കൽ ആണോ, മെർക്കുറി ആണോ സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡിന്റെ എന്തെങ്കിലും സ്പില്ലേജ് ആണോ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം എന്താണ് എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് അതിന്റെ റിസ്ക് ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പരിശോധിച്ചിരിക്കണം. ആൻഡ് ക്യാരി ഔട്ട് ആക്റ്റീവ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. അതായത് നമ്മൾ എത്രത്തോളം ഉണ്ട് എത്രത്തോളം ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു മെഷർമെന്റ് എടുക്കണം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഒരു മെർക്കുറി ആണെങ്കിലും അല്ലെങ്കിൽ കെമിക്കൽ ആണെങ്കിലും ബ്ലഡിന്റെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു കത്രിക താഴെ വീണ ആ ഒരു പ്ലേസ് അതെവിടെ വെച്ചു ഏതെങ്കിലും ഒരു പ്ലേസിൽ ചിലപ്പോ എന്തെങ്കിലും അണുക്കൾ നിറഞ്ഞത് വെച്ചു ഏതെങ്കിലും പ്ലേസിലാണെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് ആ ഒരു ഉപകരണം വെച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ പ്ലേസ് ക്ലീൻ ചെയ്യണം അത് മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കരുത്. അല്ലെങ്കിൽ ഒഴുകി പോകുന്ന എന്തെങ്കിലും പുകയിലൊക്കെയാണ് എങ്കിൽ ആ ഒരു എത്രയും പെട്ടെന്ന് അത് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു മെഷർമെന്റ് ആ ഒരു മെഷർമെന്റ് എടുക്കുക എന്നുള്ളത്. എന്താണ് ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്. അതിനുശേഷം അത് മതിയായ രീതിയിൽ
ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, നമ്മൾ അത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്തെടുക്കാനുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ് ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. എന്ത് സംഭവിച്ചാലും അതെന്താണെന്ന് കണ്ടെത്തി അത് മതിയായ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു മെഷർ ചെയ്ത് അത് മതിയായ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനുള്ള കാര്യം ഫസ്റ്റ് സ്റ്റെപ്പിലാണ് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അതായത് ഇതിലെന്താ ഉദ്ദേശിക്കുന്നത്? ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു സ്പ്രെഡിങ് സംഭവിച്ചു അല്ലെ, എന്തെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചു, അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം, വലിച്ചെടുക്കണം അല്ലെ. അത് മുഴുവനും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കുറച്ച് ക്ലീൻ ചെയ്ത് ആ ഭാഗം കൃത്യമായിട്ട് എടുക്കണം. അപ്പൊ ക്ലീനിങ് ഐറ്റംസ് അതെ. അപ്പൊ ഏത് രീതിയിലുള്ള വസ്തു ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്തെടുക്കേണ്ടത്? അത് ഏത് രീതിയിലുള്ള സംഭവം, ചിലപ്പോൾ നമുക്കറിയാം ഒരു എന്താണ് ഫ്ലൂയിഡ് പോലെയുള്ള സംഭവമാണെങ്കിൽ നമുക്കത് ഒരു പാഡ് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്, അതിലെ മറ്റേതെങ്കിലും അല്ലെ വാതക ചോർച്ചയ്ക്ക് ആണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള നടപടികൾ. അത് നിങ്ങൾക്ക് ഓരോ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നമുക്കത് ഫോളോ ചെയ്ത് പോവാം. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ്. ഏത് എക്യുപ്മെന്റ് ഉപയോഗിച്ച് ആ ഭാഗം അതിൽ ആ സ്പില്ലേജ് കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് തയ്യാറാവണം. സച്ച് ആസ് അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. അതായത് നമുക്കറിയാം ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് അവർക്കും ഒരു പ്രൊട്ടക്ഷൻ വേണം അല്ലെ. അപ്പൊ അവിടെ എന്താണ് അബ്സോർബന്റ് പാഡ്സ് നമ്മൾ വലിച്ചെടുക്കാൻ അവിടുത്തെ ആ ഏരിയ ക്ലീൻ ചെയ്തെടുക്കാൻ മതിയായ ആഗീരണം ചെയ്തെടുക്കാൻ മതിയായ ഒരു പാഡുകൾ അല്ലെ, ടവലുകൾ പോലത്തെ എന്തെങ്കിലും കൂടുതൽ പഞ്ഞി പോലത്തെ അല്ലെങ്കിൽ സ്പോഞ്ചൊക്കെ കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും ആ ഒരു മൊത്തം വലിച്ചെടുക്കാൻ പറ്റുന്ന പാഡുകൾ ഉപയോഗിക്കണം. then അത് കൈകാര്യം ചെയ്തെടുക്കേണ്ട ആ വ്യക്തിക്ക് ഗ്ലൗസ് ഉപയോഗിക്കേണ്ടി വരും അല്ലെ, മേത്തൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗണുകൾ ഉപയോഗിക്കേണ്ടി വരും. ഒപ്പം തന്നെ എന്താണ് അത് ശ്വസിച്ച് അല്ലെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്വസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രബിളുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവര് അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്, ഫസ്റ്റ് എന്ത് ലീക്കേജ് ആണെന്നുള്ളത്, പിന്നെ മതിയായ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയോളം ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യണം. സെക്കൻഡ് എന്താണ് ആപ്റ്റ് അല്ലെ കണ്ടെയ്ൻമെന്റ്, അത് കൃത്യമായിട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന അബ്സോർബന്റ് പാഡുകള് അല്ലെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള ഗ്ലൗസ്, ഗൗൺസ്, മാസ്കുകളൊക്കെ ഉപയോഗിക്കേണ്ടത്. തേർഡ് എന്താ പറയുന്നത്? ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. അതായത് നമുക്ക് അറിയാം അല്ലെ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ അവർക്ക് കഴിവുള്ള വ്യക്തി അല്ലെ ഒരു ട്രെയിനിങ് കിട്ടിയ പേഴ്സണ് കൃത്യമായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഗൗൺസ് ധരിക്കുകയാണോ അല്ലെങ്കിൽ ഗ്ലൗസ് ധരിച്ച് മാസ്ക് ധരിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. അപ്പൊ അത് അടുത്തതായിട്ട് പറയുന്നത് ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഓൺ how to respond to leakage and how to use leakage response equipment. അതായത് എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രതികരിക്കണം അല്ലെ, എങ്ങനെയാണ് ഇത്തരം പ്രോബ്ലംസ് സംഭവിച്ചാൽ ആദ്യം അത് എന്ത് ചെയ്യണം, അതേമാതിരി തന്നെ ഈ ലീക്കേജ് മതിയായ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്നൊക്കെ ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് ഉണ്ടാവും, അവരായിരിക്കും അത് കൈകാര്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ മതിയായ എക്യുപ്മെന്റ്സ് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഇൻ വിച്ച് സ്പില്ലേജ് ഓർ ലീക്കേജ് ഓഫ് എ ലിക്വിഡ് ഓർ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽ ഈസ് കപ്റ്റ് വിത്ത് എ ബ്ലോക്കേഡ്. അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ലീക്കേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ആ ബ്ലഡുകളെല്ലാം സ്പ്രെഡ് ചെയ്ത് പോകാതിരിക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് പഠിക്കാനുണ്ട് എന്താണ് ഒരു ഫാർമസിയിൽ തന്നെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് എല്ലാവർക്കും വ്യാപിക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ അല്ലെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബോട്ടിലൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് അല്ലെ ഏതെങ്കിലും തുറന്നു പോവുകയോ ഏതെങ്കിലും രീതിയിൽ ലീക്കേജ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാത്തിനെയും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന മാതൃക. അതേമാതിരി ലബോറട്ടറികളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ടെസ്റ്റിംഗ് സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ ടെസ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന വശമെങ്ങാനും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൽ നിന്ന് എന്താണ് കൂടുതൽ അണുക്കൾ നിറഞ്ഞതൊക്കെ ആകുമ്പോഴെന്താണ് എല്ലായിടത്തേക്കും അത് വ്യാപിക്കും അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് അത് മറ്റു സ്ഥലത്തേക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തേണ്ടതാണ്.
അതാണ് അവിടെ പറയുന്നത് ബ്ലോക്കേഡ് അല്ലെ. എത്രയും പെട്ടെന്ന് അത് മറ്റു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ആൻഡ് പ്രിവെന്റിങ് എ സ്പിൽ ഫ്രം സ്പ്രെഡിങ്. എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആ ഒരു ഇത് കാര്യം ക്ലീൻ ചെയ്തിരിക്കണം, മറ്റു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോവാതെ. ഇതാണ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു നമ്മൾ മെഷർ ചെയ്തേക്കാത്ത കൂടുതൽ ഉണ്ട് എങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന പാഡിനേക്കാൾ കൂടുതൽ ഉണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് പോകും അല്ലേ. അപ്പൊ മതിയായ രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള പാഡ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവാതെയും നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ. അതായത് നമ്മൾ ഉപയോഗിച്ചു അല്ലെ, ഒരു സ്പ്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും അവിടെ തുളച്ച് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സും പാഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരം പാഡുകളൊക്കെ എവിടെ നിക്ഷേപിക്കണം, അത് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ആസ് പെർ ദ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. അത് കാണുന്ന ഒരു കണ്ടെയ്നേഴ്സിലൊന്നും നിക്ഷേപിച്ചാൽ പോരാ, കൃത്യമായിട്ട് തന്നെ ലേബിൾ ചെയ്തിരിക്കുന്നത്. ചിലത് നമുക്കറിയാം, ചിലതൊക്കെ ഹസാർഡ് വേസ്റ്റിനോ ചിലതൊക്കെ ബയോ ഹസാർഡ് വേസ്റ്റിനൊക്കെ ലേബൽ ചെയ്ത കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം ചിലതൊക്കെ എന്താണ് നശിപ്പിച്ച് കളയണമെങ്കിൽ ചിലപ്പോൾ ലൊക്കാലിറ്റിയുടെ ഒക്കെ പെർമിഷൻ വേണം അല്ലെ. അത് കൊണ്ടുവന്ന് വെറുതെ കത്തിച്ച് നശിപ്പിച്ച് കളയാൻ സാധിക്കില്ല. കാരണം പൊല്യൂഷനെയൊക്കെ അല്ലെ അറ്റ്മോസ്ഫിയറിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോ ചില കാര്യങ്ങളെല്ലാം ചില ഇച്ചിരി കൂടി അല്ലെ കെമിക്കൽ നിറഞ്ഞ വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒരുപക്ഷെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ലൊക്കാലിറ്റിയുടെ ഒക്കെ പെർമിഷനോട് കൂടിയിട്ടായിരിക്കണം നശിപ്പിച്ച് കളയേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് ഹോസ്പിറ്റലിന്റെ ആ ഒരു പോളിസി നയങ്ങൾ അനുസരിച്ചിട്ട് തന്നെ മറ്റു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ലാസ്റ്റ് പറയുന്നത്, ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന്റെ പ്രോപ്പർ മാനർ. കൃത്യമായ മാനറിൽ തന്നെയായിരിക്കണം ഇത്തരം വസ്തുക്കളൊക്കെ നശിപ്പിച്ച് കളയാനുള്ളത്. അങ്ങനെ ഒരു 5 സ്റ്റെപ്പാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സ്റ്റെപ്സ് ആണ് പറഞ്ഞു നിർത്തിയത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആദ്യം നമ്മള് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്ന് കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്യണം. അത് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ടെന്ന് മെഷർ ചെയ്യണം. സെക്കൻഡ്ലി പറയുന്നത് മതിയായ എക്യുപ്മെന്റ്, അത് ക്ലീൻ ചെയ്യാനായിട്ട് ഏത് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഏത് പാഡ് ഉപയോഗിച്ചിട്ട്, അത് അബ്സോർബ് പാഡ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തി അത് ക്ലീൻ ചെയ്യാനായിട്ട് തയ്യാറാകണം. ദെൻ അതിനനുസരിച്ചിട്ടുള്ള മാസ്കും ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. തേർഡ് എന്താണ്, കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് ആയിരിക്കണം അത് ക്ലീൻ ചെയ്യേണ്ടത് അല്ലെ. അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ലീക്കേജുകൾ വരുമ്പോൾ ചെയ്യുമ്പോൾ സംഭവിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടതെന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, അവരാണ് അത് ചെയ്യേണ്ടത്. ദെൻ എന്താണ് ഫോർത്ത് വൺ പറഞ്ഞത്, ലീക്കേജ്, ഇത്തരത്തിലുള്ള ലീക്കേജുകൾ സംഭവിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മെഷറൊക്കെ എടുക്കുമ്പോഴും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ മറ്റുള്ള ഭാഗത്തേക്ക് ബാധിക്കാതെ അല്ലെ, മറ്റുള്ള ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മളിപ്പോ ഒരു സാധനം അല്ലെ, കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ചെറിയൊരു കാര്യമായിരിക്കും, അവരെ ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ച് അവരെന്ത് ചെയ്യും, അവരെ എല്ലാ ഭാഗത്തേക്കും കൂടി മൊത്തത്തിൽ അത് സ്പ്രെഡ് ചെയ്യിപ്പിക്കും അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഇവരെ ഏൽപ്പിക്കാൻ പോയ നേരം കൊണ്ട് നമുക്ക് തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും ഇല്ലേ.
എനിക്ക് മാത്രമാണ് അങ്ങനെ പറ്റുന്നതെന്ന് അറിയില്ല. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അപ്പൊ അതായത് സ്പില്ലേജ് അങ്ങനെയായിട്ട് സ്പില്ലേജ് സംഭവിക്കുമ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് മെഷർമെന്റ് ഒക്കെ എടുത്ത് നമ്മൾ സംഭവങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യണം. ഒപ്പം തന്നെ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. എന്താണ് പുസ്തകങ്ങൾ പറയുന്നത്? ഇത്തരത്തില് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ വേസ്റ്റ് ആക്കി അല്ലെ ബിന്നുകളിലൊന്നും വേസ്റ്റ് ബിന്നിലൊന്നും നിക്ഷേപിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ലേബൽ ചെയ്തിരിക്കുന്ന ഓരോ വേസ്റ്റ് ബിന്നിൽ തന്നെ ബ്ലോക്കേഡ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുക എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്പ്രെഡ് ചെയ്യാതെ തടഞ്ഞു നിർത്തുക. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിലതിലെല്ലാം കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടൊക്കെ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ചില കെമിക്കൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മറ്റു ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളൊരു തീ തന്നെയാണെങ്കിൽ അല്ലെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുൻകരുതലുകൾ ചെയ്യും അല്ലെ. ചിലപ്പോഴൊക്കെ പെട്ടെന്നൊക്കെ ആണെങ്കിൽ മണ്ണൊക്കെ വാരി എറിഞ്ഞ് അല്ലെ എത്രയും പെട്ടെന്ന് തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വെള്ളം അല്ലെ അത് നമുക്കറിയാം അത് കെടുത്താൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി വേണ്ടത് അല്ലെ വെള്ളത്തിന്റെ ഉപയോഗം തന്നെ ഉപയോഗിച്ചിട്ട് കെടുത്താനാണ്. പക്ഷെ അറ്റ് ടൈമിൽ അത് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഇത്രയും പെട്ടെന്ന് അതിന് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ലാസ്റ്റ് വണ് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളും വെറുതെ നശിപ്പിച്ചൊന്നും കളയാനായിട്ട് സാധിക്കില്ല. ചില പോളിസി ഹോസ്പിറ്റലിന്റെ പോളിസി നയങ്ങൾ അനുസരിച്ചിട്ട് തന്നെ ചിലതൊക്കെ എന്താണ് ലൊക്കാലിറ്റിയിലൊക്കെ പെർമിഷൻ ഒക്കെ വേണ്ടി വരും. നിങ്ങൾക്ക് താഴേക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ചിലതൊക്കെ സ്റ്റേറ്റിന്റെയും അതേമാതിരി തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോക്കൽ ഇതൊക്കെ ആണെങ്കിലും മുനിസിപ്പാലിറ്റി അതൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചായത്തൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ നിയമ നടപടികൾക്കൊക്കെ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പെർമിഷൻ കിട്ടുകയുള്ളൂ. ആ പെർമിഷനോട് കൂടി മാത്രമേ അത്തരം വസ്തുക്കളൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റെപ്പില് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് നിങ്ങൾ ആർക്കെങ്കിലൊക്കെ ക്ലിയർ ഇല്ലെങ്കിൽ പറയണോട്ടോ. 1-2 പേര് മാത്രം മെസ്സേജ് അയക്കാതെ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പറയാറുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അല്ലെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ചിലപ്പോ എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. അല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമ്മൾ കണ്ടു വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടു അല്ലെ. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞ ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് എന്താ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോൾ എന്ത് കാര്യമാണെന്ന് കൃത്യമായിട്ട് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അല്ലെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഔട്ട് പേഷ്യന്റ് എന്നുള്ള രീതിയിൽ രോഗത്തിന്റെ പനിയൊക്കെ ആണെങ്കിൽ മെഡിസിനൊക്കെ തന്നു. അതല്ല ഇച്ചിരിയും കൂടി അല്ലെ നമ്മളൊരു അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്താണ് രോഗനിർണയത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂറിനും ബ്ലഡും മറ്റെന്തെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ അവര് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടായിരിക്കും അതിന്റെ റിസൾട്ടിന്റെ ബേസിലായിരിക്കും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും അല്ലെ. അങ്ങനെ തന്നെയല്ലേ ഒരു ഇൻപേഷ്യന്റ് ഒക്കെ ആയിട്ട് അഡ്മിഷൻ വരുമ്പോൾ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ടെസ്റ്റിന് വിധേയമാക്കില്ലേ? നിങ്ങളിത് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നമ്മളിങ്ങനെ വെറുതെ കേട്ടിരുന്ന് മാത്രം പോകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ പോവില്ല. നിങ്ങളും കൂടെ വന്ന് കോൺടാക്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ടും പറയുന്നത്. ഒരുപാട് അല്ലെ ബോഡി ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ടാവും. അത് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കേണ്ടത് വരും. അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെറിയ ചെറിയ ലീക്കേജുകളൊക്കെ വന്ന് അത് സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് മാറാമെന്നുള്ളതാണ്. നോക്കാം. ബോഡി ആൻഡ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ്. പിവോട്ട് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് കാര്യമാണ് എന്ത്? ഇത്തരത്തിലുള്ള ബ്ലഡിന്റെയും ബോഡി ഫ്ലൂയിഡ്സിന്റെയും സ്പില്ലേജ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ അല്ലെ എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങൾ പകർച്ചവ്യാധികൾ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത്. Then a body fluids as any fluid found in produced by or excreted from the human body which includes അതിനെ കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട് ഇല്ലേ?
ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ പറയാൻ പറ്റും? ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്തൊക്കെ ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് എന്നുള്ളത്. ഇതിനകത്തുള്ളത് പറഞ്ഞു തരാം. എന്തായാലും ഇതിലുള്ളത് തന്നെയാണ്. യൂറിൻ സലൈവ, ഫ്യൂമിനീര്, അതേമാതിരി തന്നെ യൂറിൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ബ്ലഡ് ഉപയോഗിക്കും ടെസ്റ്റിന് വിധേയമാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും എന്താണ്, വീണ്ടും ഒരാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, കണ്ണുനീര് അല്ലെ, കണ്ണുനീരൊക്കെ നമ്മൾക്കറിയാം. ഇത്തിരി കൂടി ചിലർക്കൊക്കെ അതിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അവരുടെ കണ്ണുനീരിലും എന്തെങ്കിലും ചിലർക്കൊക്കെ എപ്പോഴും കണ്ണുനീർ ഇങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. വീണ്ടും പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് അല്ലെ. ഏതെങ്കിലും നല്ല പഴുപ്പുകൾ ഉണ്ടാവും, എവിടെയെങ്കിലൊക്കെ മുറിവ് ചതവൊക്കെ വന്നിട്ട് പഴുപ്പുകൾ ഏത് ഭാഗത്താണെങ്കിലും പഴുപ്പുകൾ ഉണ്ടാവും. ആ പഴുപ്പുകളെല്ലാം അല്ലെ അത് മാറ്റി കളഞ്ഞാൽ മാത്രമാണ് ആ അസുഖങ്ങളൊക്കെ നമുക്ക് ഭേദമാകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എപ്പോഴും പഴുപ്പുണ്ടെങ്കിൽ അതിലെന്താണ് പ്രോബ്ലംസ് അല്ലെ അതറിയാൻ വേണ്ടിയിട്ടും രോഗനിർണയത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ നടത്താം. തന്നെ എപ്പോഴും വൊമിറ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് അല്ലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ബ്ലഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, യൂറിൻ എന്താണെന്ന് അറിയാം. ഫീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഷൻ അല്ലെ അതുമായി ബന്ധപ്പെട്ടത്. സലൈവ, ഉമിനീര്, ടിയേഴ്സ് അല്ലെ പറയുന്ന കാര്യം ബിയേഴ്സ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞേക്ക്, അത് ഒരു എന്താ പറയുക അഡീഷണൽ ആയിട്ട് വന്നതാണ്. കണ്ണുനീര്, അപ്പൊ നിങ്ങൾക്ക് അറിയാത്തതുണ്ട് എങ്കിൽ അതിന്റെ മുകളിൽ നോട്ട് ചെയ്ത് പോകും. നമുക്കറിയാം എല്ലാവരും എല്ലാം ക്യാച്ച് ചെയ്ത് പോകണമെന്നില്ല. അപ്പൊ നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. ബ്ലഡ്, യൂറിന്, ഫീസസ്, സലൈവ, ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണുനീര്. ബ്രീസ്റ്റ് മിൽക്ക്, നമുക്കറിയാം കുട്ടികളുടെ മുലപ്പാൽ ചിലർക്കൊക്കെ എങ്കിലും രോഗാണുക്കളൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. ചിലരിലെയൊക്കെ അല്ലെ അത് ചെറിയ രീതിയിലാണെങ്കിലും എല്ലായിടത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെ. അതേമാതിരി തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് തലച്ചോറിനും അതേമാതിരി തന്നെ സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള ടിഷ്യൂവിലുള്ള, അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് മാറ്റേഴ്സ് ഫീൽ ചെയ്യുന്നത്. അതാണ് എന്താണ് CSF. അതും നിങ്ങൾ നോട്ട് ചെയ്ത് പോവാം. ടിയേഴ്സ് വെട്ടിക്കാൻ കേട്ടോ, ഒരു അഡീഷണൽ വേർഡ് വന്നേക്കത്താണ്. ടിയേഴ്സ് തന്നെയാണ്. ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണുനീര്, ബിയേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ വേർഡാണ്, അത് വെട്ടിക്കളഞ്ഞത്. ബ്രീസ്റ്റ് മിൽക്ക് നിങ്ങൾക്ക് അറിയാം. ഫീസസ് പറഞ്ഞു അല്ലെ, മലം നമ്മുടെ മോഷനുമായി ബന്ധപ്പെട്ടത് അല്ലെ. ചിലർക്കെങ്കിലും ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റിന് വിധേയമാക്കാറുണ്ട്. സലൈവ, ടിയേഴ്സ്, ബ്രീസ്റ്റ് മിൽക്ക് നിങ്ങൾക്കറിയാം. ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതാണ് ചിലർക്കെങ്കിലും കിട്ടാതിരിക്കുന്നത്. എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള ടിഷ്യൂവിൽ കാണുന്ന രക്തവും നിറമില്ലാത്തതുമായ ഒരു ശരീരദ്രവമാണ്. തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള ടിഷ്യൂവിൽ കാണുന്നത് നിറമില്ലാത്ത അല്ലെ രക്തവും നിറമില്ലാത്തതുമായ ഒരു ദ്രവമാണ്. എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അതിന്റെ ആ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട് CSF. അത് ജസ്റ്റ് അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് പോവുക. ഏതെങ്കിലും രീതിയിൽ CSF എന്താന്ന് ചോദിക്കുമ്പോഴും നമുക്ക് അറിയാതിരിക്കരുത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. എന്താണ് നമ്മുടെ അല്ലെ ജെൻസിന്റെയും അതേമാതിരി ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സെമൻ, വാജിനൽ ഫ്ലൂയിഡ് അല്ലെ യോനിദ്രവവും അതേമാതിരി തന്നെ ശുക്രം പോലെയുള്ള കാര്യങ്ങളും. അമ്നോട്ടിക് ഫ്ലൂയിഡ്, പലതരത്തിലുള്ള ഒരു മനുഷ്യ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സിനെ എല്ലാം കൂടി ഒന്നിച്ചു ചേർത്താണ് ഇവിടെ കുറച്ചൊക്കെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഫ്ലൂയിഡ്സുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അണുക്കൾ നിറഞ്ഞതുണ്ടാവാം, അല്ലാതെയും ഉണ്ടാവും. അണുക്കൾ നിറഞ്ഞതാവുമ്പോഴാണ് അത് അസുഖങ്ങൾ വരുത്താനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് അമ്നോട്ടിക് ഫ്ലൂയിഡ്? എന്താണ് അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? അതായത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് ആണ് അമ്നോട്ടിക് ഫ്ലൂയിഡ്. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ്സിനെയാണ് അമ്നോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ്, പെലൂറിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പെലൂറിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ശ്വാസകോശത്തിന്, നമുക്കറിയാം ശ്വസനവുമായി അവിടെ നമ്മുടെ മൂക്കിൽ അല്ലെ ഉണ്ടാവുന്ന ദ്രവമാണ് പെലൂറിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്.
പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കുറച്ചും കൂടി അല്ലെ എന്തെങ്കിലും പഴുപ്പോ അല്ലെങ്കിൽ നീർക്കെട്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മാരടത്തിലൊക്കെ നീർക്കെട്ട് വന്ന് കൂടിയിട്ട് ഫ്ലൂയിഡായിട്ട് പുറന്തള്ളുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ നീർക്കെട്ടുകളെ പറയുന്നതാണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. ബയൽ എന്ന് പറയുന്നത് പിത്തരസം. Then digestive juices, അതായത് ദഹനരസം. Then vomit and puffs. വോമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതല്ലേ ഏതെങ്കിലും രീതിയിൽ ഛർദിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴും പഴുപ്പ് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളെല്ലാം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് പലതരത്തിലുള്ള ശരീരം എക്സ്ക്രീറ്റ് എന്ന് പറയുന്നത് പുറന്തള്ളുന്ന ഹ്യൂമൻ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നത്. നമ്മൾ വോമിറ്റ് ചെയ്യുന്നവരെ നമ്മുടെ ഹ്യൂമനിൽ നിന്ന് പുറന്തള്ളുന്നതാണ്. പഴുപ്പ് അത് നമ്മളുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നതാണ്. യൂറിൻ, ബ്ലഡ് അതെല്ലാം തന്നെ അല്ലെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഏതൊക്കെ ദ്രാവകങ്ങൾ വരുന്നുണ്ടോ അതിനെല്ലാം കോമൺലി ഫ്ലൂയിഡ്സ് എന്ന് പറയും അല്ലെ. ബ്ലഡ് ആണെങ്കിലും ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന, അപ്പൊ വേർപ്പുകളാവാം, നമ്മുടെ കണ്ണുനീരാവാം, അതെ ഉമിനീരാവാം, അതോടൊപ്പം പഴുപ്പുകളോ ഛർദിയോ യൂറിനോ, അതേമാതിരി തന്നെ അമിനോട്ടിക് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രഗ്നൻസി ടൈമില് തന്നെ എന്താണ് വാഗിനൽ ഫ്ലൂയിഡ് അല്ലെ. അതേമാതിരി തന്നെ സെമൻ ജെൻസിന്റെ ആണെങ്കിൽ അങ്ങനെ വരുന്നു. അത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളെല്ലാം കോമൺലി എന്താണ് എന്തിന്റെ ഇതിലാണ് വരുന്നത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജിലാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പാരഗ്രാഫ്? ഓക്കെ, ഓരോന്ന് ഞാൻ ഓരോന്നും എടുത്ത് പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. അപ്പൊ അത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലീക്കേജുകൾ അത് നമുക്കറിയാം. അണുക്കൾ നിറഞ്ഞതാവാം, അല്ലാതെയുമാകാം അല്ലെ. അണുക്കൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ ഏത് ഫ്ലൂയിഡ്സിലും അണുക്കളുണ്ടാവും. അപ്പൊ അത് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ലീക്കോട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഡിസീസസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങള് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. നഴ്സുമാരാണെങ്കിലും അവര് എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുമ്പോഴും അവർ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ആയിരിക്കും ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അവര് എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPEയുടെ ഫോം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് പോവുക. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് such as gloves, gowns and face shields before approaching the spillage to prevent contact with the liquid. ഈ പറഞ്ഞ ഏതെങ്കിലും ഫ്ലൂയിഡ്സുകൾ ഏതെങ്കിലും കാരണവശാല് താഴേക്ക് അല്ലെ രോഗിയെ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ കളക്ട് ചെയ്യുമ്പോഴോ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു പക്ഷേ നമുക്കറിയാം കിടന്ന പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അല്ലെ അവർക്ക് സ്വമേധയെ ചെയ്യാൻ പറ്റാത്ത പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ ക്ലീൻ ചെയ്യേണ്ട സമയത്തൊക്കെ ആവാം ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ ഏത് രീതിയിലും ഇങ്ങനെ ഫ്ലൂയിഡ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിക്കും. ഏതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ പറയുന്നത്? എന്താണ് ഗ്ലൗസുകൾ അല്ലെ, കയ്യുറകളുണ്ട്, ഞാൻ ഗൗൺ ധരിക്കേണ്ടതുണ്ട്, ഫേസ് ഷീൽഡ് നമുക്കറിയാം മുഖത്തേക്കൊന്നും എല്ലായിടത്തേക്കും അത് കണ്ണിലേക്കൊന്നും ധരിക്കാതിരിക്കാനായിട്ട് ഫേസ് ഷീൽഡുകൾ വെക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം അവിടെയുള്ള ലിക്വിഡ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മതിയായ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് മതിയായ പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാനുള്ളത്. അതായത് അതിനു മുമ്പ് തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിക്കണം എന്നുള്ളതാണ്. വേറെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, പ്രൊട്ടക്ഷൻ കിട്ടാൻ നമുക്ക് ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് മതിയായ രീതിയിൽ ധരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വേസ്റ്റുകളെ കൈകാര്യം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്? കണ്ടെയ്നർ സ്കില്ല്. നമ്മൾ കണ്ടു എന്താണ് യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ ടവൽസ് ഓർ അബ്സോർബന്റ് പാഡ്സ് കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫ്രം എ സ്പ്രെഡിങ്. നമ്മൾ എപ്പോഴും കണ്ടു അത് എത്രയും പെട്ടെന്ന് ഏത് സംഭവം വീട്ടിലാണെങ്കിലും നമ്മൾ കണ്ടു എന്തെങ്കിലും രീതിയിൽ വേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ തന്നെ ഏതെങ്കിലും ലിക്വിഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ താഴേക്കൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് മതിയായ രീതിയിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതായത് അത് വലിച്ചെടുക്കുക അല്ലെ ആ ഒരു ഭാഗം ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അത് ഒരിക്കലും
മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. To dispose of the material, put them in a bag or container marked biohazard. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഇതിലാണ് കണ്ടെയ്നേഴ്സിലാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ തുളച്ച് ക്ലീൻ ആക്കിയ ഈ പാഡുകളും സംഭവങ്ങളും നിക്ഷേപിക്കേണ്ടത് ബയോഹസാർഡ് എന്ന് ലേബൽ ചെയ്ത മാർക്ക് ചെയ്ത കണ്ടെയ്നേഴ്സിലായിരിക്കും ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞാലേ ചിലത് ഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തതിൽ നിക്ഷേപിക്കേണ്ടതുണ്ടാവും. ബയോ ഹസാർഡ് ലേബൽ ചെയ്യുന്നത് ബയോഹസാർഡിന്റെ പ്രത്യേകത ഹസാർഡ് വേസ്റ്റിനേക്കാളും കുറച്ചുകൂടി കുഴപ്പമില്ലാത്തതാണ് അല്ലെ. ഹസാർഡ് വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുക ലൊക്കാലിറ്റിയുടെ ഒക്കെ പെർമിഷൻ വേണ്ടി വരും. അതേസമയം ഇതിനത്രയും റിസ്ക് വേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോ ഹസാർഡിന് ലേബൽ ചെയ്ത കണ്ടെയ്നേഴ്സിലായിരിക്കണം ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കാനായിട്ട്. ഇഫ് there are any glass pieces present, more precautions should be taken. കൂടുതൽ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കുറച്ചും കൂടി എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടി കെയർഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. എല്ലാം എന്താ പറയുക ചെറിയ ബോട്ടിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എടുക്കുന്നത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്താണ് എല്ലാ കണ്ടെയ്നേഴ്സിലും നിക്ഷേപിക്കാൻ പാടില്ല അല്ലെ. കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്ത ഹസാർഡ് വേസ്റ്റ് അല്ലെങ്കിൽ ബയോ ഹസാർഡ് വേസ്റ്റിന് ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ അത് നിക്ഷേപിക്കണമല്ലോ. നെക്സ്റ്റ് എന്താ പറയുന്നത് ഡിസ്ഇൻഫെക്ട് ദ ഏരിയ. അപ്പൊ നമ്മൾ ആദ്യം കണ്ടു അത് എത്രയും അല്ലെ പ്രിക്കോഷൻ എടുത്തിട്ടാണ് അവിടെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുന്ന വസ്തുക്കളെല്ലാം ബയോ ഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്ത കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കണം. ഇനി ആ ഭാഗം ഒന്നും കൂടി അല്ലെ അത് അണുക്കൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അത് അണുവിമുക്തമാക്കണം. ഡിസ്ഇൻഫെക്ട് ദ ഏരിയ, അണുവിമുക്തമാക്കണം ആ ഏരിയ. eradicate elevation of both gram positive and gram negative bacteria using 1% hypochlorite solution in case of blood and body fluids samples. അതായത് പലതരത്തിലുള്ള അല്ലെ നമ്മളുടെ ഈ പറഞ്ഞ ബാക്ടീരിയകൾ ഉണ്ട് അല്ലെ. ചിലപ്പോൾ ചില ബാക്ടീരിയകൾക്ക് കുറച്ചും കൂടി രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടായിരുന്നത്. പോസിറ്റീവ് ബാക്ടീരിയകളാവാം അല്ലെങ്കിൽ നെഗറ്റീവ് തരത്തിലുള്ള ബാക്ടീരിയ. അതായത് ചിലതിന്റെ ആ ഒരു എന്തെന്ന് പറയുന്നത് കവചം എന്ന് പറയുന്നത് ഇതിനോട് കട്ടിയേറിയ ബാക്ടീരിയകളാകാം. ചിലതിന്റെ കവചം എന്ന് പറയുന്നത് ഇച്ചിരി കട്ടി കുറഞ്ഞ ബാക്ടീരിയ. ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണെങ്കിലും ഒരു 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വേണം ആ ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് കളയാനുള്ളത്. അങ്ങനെ എത്ര തുറച്ച് വൃത്തിയാക്കിയാലും അവിടെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയകളൊക്കെ അവിടെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അത്തരം ബാക്ടീരിയകളൊക്കെ ഈ ഒരു 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അത്തരം ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയണം. വീണ്ടും എന്താ പറയുന്നത് യൂസ് എ ഡിസ്ഇൻഫെക്ടന്റ് സൊല്യൂഷൻ ടു ക്ലീൻസ് the affected area completely using armed solution, example chlorine releasing agent. അതായത് ക്ലോറൈൻ നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും അല്ലെ ചൂടി എന്തെങ്കിലും ഭയങ്കര മണോ ഇത് കാര്യങ്ങളൊക്കെ ഉള്ള എന്തെങ്കിലും വേസ്റ്റ് ആണ് അവിടെ താഴെ വീണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അണുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ക്ലോറിൻ അല്ലെ നമ്മൾ നെറ്റോടൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങൾ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യും. എന്ന് പറഞ്ഞ മാതിരി തന്നെ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഓക്കെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ക്ലോറിന്റെ റിലീസിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഏജന്റ് ബ്ലീച്ചിങ് പൗഡേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യും. ദെൻ എന്താണ് ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ് ഫോർ ദ പ്രോപ്പർ കൺസെൻട്രേഷൻ ആൻഡ് കോൺടാക്ട് ടൈം ഓഫ് ദ ഡിസ്ഇൻഫെക്ടന്റ്. നമുക്കറിയാം മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് എന്താ ഇത്തരത്തിലുള്ള നമ്മുടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ മാനുഫാക്ചേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ കാണും അല്ലെ. ഇത്ര സമയം നിങ്ങൾ ഈ സൊല്യൂഷൻ ഇത്ര വെള്ളത്തിൽ ഇത്ര സൊല്യൂഷൻ ഇത്ര അളവിൽ നിങ്ങൾ ഒഴിക്കുക, അതിന് ഇത്രയും ഏരിയ അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര സമയം നിങ്ങൾ അത് ആ പാഡൊക്കെ നോക്കി വെക്കുക, അതോടുകൂടി ആളുകളൊക്കെ നശിച്ചു പോകും അല്ലെ. മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അതിന്റെ പേരില് ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ആ പറയുന്നതനുസരിച്ച് എബൈഡ് ദ മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് പാലിക്കുക. എബൈഡ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. മാനുഫാക്ചേഴ്സ് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് അത്രയും സമയമെടുത്ത് തന്നെ അവിടെ ആ ഭാഗങ്ങളെല്ലാം അണുവിമുക്തമാക്കുക. ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡിസ്ഇൻഫെക്റ്റഡ് ഏരിയയിൽ ആദ്യം തന്നെ നമ്മൾ ബാക്ടീരിയയെ നശിപ്പിച്ച് കളയാനുള്ളത് ഉപയോഗിച്ച് വീണ്ടും എന്താണ് ആ ഭാഗം ഒന്നും കൂടി അല്ലെ നമ്മള് ക്ലീൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഏജൻസ് ഉപയോഗിക്കുമ്പോൾ ആ മാനുഫാക്ചേഴ്സ് പറയുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികൾ പറയുന്നത് അനുസരിച്ചിട്ട്
അത്രയും ടൈം തന്നെ ഉപയോഗിച്ച് അവിടെ ഏതെങ്കിലും ഏജൻസികൾ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിലും ഡെറ്റോൾ ആണെങ്കിലും മറ്റേത് വസ്തുക്കളാണെങ്കിലും പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിലും അതിൻ്റെതായ പോളിസി ഉണ്ടാവും എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അവര് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ആ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. വീണ്ടും അടുത്തത് എന്താ പറയുന്നത്, എന്താ ഏരിയ ഷുഡ് ബി മെയ്ഡ് ക്ലീൻ യൂസിങ് വാട്ടർ ആൻഡ് ജനറൽ പർപ്പസ് ഡിറ്റർജന്റ് അറൗണ്ട് ടു എയർ പ്ലാന്റ്. അതായത് പിന്നെ സാധാരണ രീതിയിൽ വീണ്ടും ക്ലീൻ ചെയ്യുക, വാട്ടർ ഉപയോഗിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ നമ്മുടെ മണമൊക്കെ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് അവിടെ ഡ്രൈ ആയിട്ട് അല്ലെ അവിടെ ഉണക്കുക എന്നുള്ളതാണ്. Then get rid of waste. അതെന്താ പറയുന്നത്, റിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്തമാക്കുക. All materials that come in touch with the blood and body fluids should be discarded as a dangerous waste in labeled biohazard waste bag or containers. Biohazard bags or containers. അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ അണുമുക്തമാക്കാനുള്ളത്, പക്ഷെ നമ്മൾ ഒരു പാഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ബയോഹസാർഡ് വേസ്റ്റ് ഇട്ട് വീണ്ടും നമ്മളൊരു ടവലോ ടർക്കിയോ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ എന്താണ് എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യേണ്ടത്, ഡേഞ്ചറസ് വേസ്റ്റിന്റെ ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ് അങ്ങനെ ലേബിൾ ചെയ്തിരിക്കുന്നതിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് പറയുന്നത് ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. അതായത് നമ്മളിപ്പോ എല്ലാം അല്ലേ നമ്മൾ പ്രോപ്പർ കിറ്റും സംഭവങ്ങളും ഗ്ലൗസും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ക്ലീൻ ചെയ്തത്. അതിനുശേഷം ഇതെല്ലാം മാറ്റി സാധാരണ നാച്ചുറലി നമ്മളെ അതൊക്കെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. Then soft furnishings may be damaged by disinfectant products such as sodium hypochlorite. It is suggested that polluted soft furnishing and carpets are unable to endure chemical disinfection should be made clean using hot water and detergent or steam cleaned. ചില സ്ഥലങ്ങൾ അല്ലെ നമുക്കൊരു ഫ്ലോറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടി പറഞ്ഞ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കാനൊക്കെ സാധിക്കും. അതേസമയം ഇച്ചിരി കൂടി അല്ലെ കാർപ്പറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫർണിച്ചേഴ്സും ഒക്കെയാണ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ വേറെ ഏതെങ്കിലും രീതിയിൽ അല്ലെ വാതകം ഉപയോഗിച്ച് എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് എന്തെങ്കിലും അണുക്കളെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ആ രീതിയിൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ അണുവിമുക്തമാക്കുക. പിന്നെ ഏതെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ എന്താണ് ഹോട്ട് വാട്ടറോ അല്ലെങ്കിൽ ഡിറ്റർജന്റ് സ്റ്റീം ക്ലീൻഡ് അതൊക്കെ ആവിയിൽ കൊടുത്ത് വാതകങ്ങളൊക്കെ അടച്ച് ഏതെങ്കിലും രീതിയിലൊക്കെ അവിടെയുള്ള ഫർണിച്ചേഴ്സും കാർപ്പറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കഴുകി വൃത്തിയാക്കാൻ പറ്റാത്ത ഭാഗങ്ങളെല്ലാം അണുക്കളെ നശിപ്പിക്കുകയും വേണം എന്നാൽ അവിടെ അല്ലെ നമുക്ക് അണുക്കളൊന്നും പിടിച്ചിരിക്കാനും പാടില്ല. അപ്പൊ ആ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെയെല്ലാം അണുവിമുക്തമാക്കാം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. എന്തെങ്കിലും പോയിന്റുകൾ പറയേണ്ടതുണ്ടോ? കൃത്യമാണെന്നോടി പറയാം. ഗെറ്റ് റീഡ് ഓഫ് വേസ്റ്റ്, അതായത് മുക്തമാക്കുക, വേസ്റ്റിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് കണ്ടായിരുന്നു അല്ലെ എന്താണ് അവിടെ കുറച്ച് വൃത്തിയാക്കാൻ പറ്റുന്ന പാഴ്സുകളുടെയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതി ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടച്ച് വിത്ത് ദ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് എ ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. അതായത് നമ്മളിപ്പോ ഫ്ലോറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയാൽ സാധിക്കും. അതേസമയം ഫർണിച്ചറോ കാർപ്പറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നിച്ച് അങ്ങോട്ട് നമുക്കത് ഡിസ്കാർഡ് ചെയ്യാനും പറ്റില്ല അല്ലെ. അതൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അണുവിമുക്തമാക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് അത് അണുവിമുക്തമാക്കുന്നത്. അതേസമയം ചിലപ്പോ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്ത പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് വീണ്ടും എന്തെങ്കിലും രീതിയിൽ ഒരു കറക്റ്റ് ടവലൊക്കെ ഉപയോഗിച്ച് തുടക്കുകയാണെങ്കിലും അത് ബയോഹസാർഡ് വേസ്റ്റില് നമ്മൾ നിക്ഷേപിക്കും എന്ന് പറഞ്ഞ മാത്രമേ തന്നെ വേറെ ഏതെങ്കിലും ഒരു അല്ലെ ചെറിയൊരു പേപ്പറോ എന്തെങ്കിലും ടവലും ഒക്കെ എന്തെങ്കിലും നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ വിധേയമാക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എവിടേക്കെങ്കിലും അല്ലെ ഏതെങ്കിലും ഒരു നിശ്ചിതൊരു ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഭാഗത്ത് അല്ലെ നമുക്ക് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ അതൊക്കെ എന്താണ് അത് നമ്മൾ വേസ്റ്റ് ബയോഹസാർഡ് വേസ്റ്റ് ബിന്നില്
നിക്ഷേപിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ടച്ച് ചെയ്തിരിക്കുന്നത്, ടച്ച് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, ഇത്തരത്തിലുള്ള അണുക്കൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു സാധനത്തിലുള്ള ടവലൊക്കെ അറിയാതെ വീണുപോയി, അതൊക്കെ പിന്നെ നമ്മളത് തുടച്ച് വൃത്തിയാക്കി ഉപയോഗിക്കാനായിട്ട് നിൽക്കാതെ തന്നെ അത്തരത്തിലുള്ള ടവലൊക്കെ ആണെങ്കിൽ അത് എന്താണ് ബയോഹാസാർഡ് വേസ്റ്റ് ബിന്നില് അങ്ങനെ തന്നെ നിക്ഷേപിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ്, അതായത് ആ വേസ്റ്റിൽ നിന്ന് നമുക്ക് അതില് വേണ്ട അല്ലെ, അത് പിന്നെയും കഴുകി അതിനെ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ട് അത് വേഗം കൈകാര്യം ചെയ്തെടുക്കേണ്ട അത്ര റിസ്ക് എടുക്കാൻ വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ ബയോഹാസാർഡ് വേസ്റ്റ് ബിന്നില് അങ്ങനെ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ. ഏതെങ്കിലും രീതിയിൽ ഒരു ടവൽ ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ടവലും കൂടി ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് അണുക്കൾ നശിച്ച് അല്ലെ, പെട്ടെന്ന് തന്നെ അണുക്കളുള്ള പോട്ടിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടവല് പിന്നെ അത് ഉപയോഗിക്കാൻ നിൽക്കാതെ ബയോഹാസാർഡ് വേസ്റ്റിലൊക്കെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് പറ്റാവുന്നത് അല്ലെ. ഒരു ഫ്ലോറൊക്കെ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കേണ്ട വരും. അതല്ലെങ്കിൽ ഇച്ചിരി കൂടി ഫർണിച്ചേഴ്സ് ആണെങ്കിലും അത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ സാധിക്കില്ല. അതൊക്കെ അണുവിമുക്തമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ മറ്റു രീതിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും നമ്മൾ അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചിട്ട് വീണ്ടും ടവലൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിലും അത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ബയോഹാസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന ബിന്നിൽ തന്നെ നിക്ഷേപിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ അടുത്തതാക്കി വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി സ്പീഡിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. കാരണം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാ റിപ്പീറ്റ് ചെയ്ത് വരും. ഒരെണ്ണം കൂടി ഞാൻ ജസ്റ്റ് തുടങ്ങിക്കോട്ടെ. പറഞ്ഞെടുക്കാം. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അടുത്തെന്ന് പറയുന്നത് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആണ്. നോക്കാം, മെർക്കുറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഒരു ലോഹമാണ് അല്ലെ. എന്തെങ്കിലും നമുക്കറിയാം രസായനത്തിലൊക്കെ പഠിക്കുന്ന ഒരു കെമിക്കൽ ഒരു ലോഹമാണ് മെർക്കുറി. Mercury leakage can be dangerous to human health and the environment and actual management is right. അതായത് മെർക്കുറി എന്ന് പറയുന്നത് അതിന്റെ എന്തെങ്കിലും സ്പ്രെഡിംഗ് എന്ന് പറയുന്ന ഒരു അപകടകരമായ ഒന്നാണ് അല്ലെ, ഡേഞ്ചറസ് ആണ്. അത് എന്തിനൊക്കെ ബാധിക്കുന്നതാണ്? ഹ്യൂമന്റെ മനുഷ്യന്റെ ആരോഗ്യത്തിനെയും ബാധിക്കും, ഒപ്പം തന്നെ എൻവയൺമെന്റ് അല്ലെ ചുറ്റുപാടുകളെയും ബാധിക്കുന്ന ഒരു സംഭവം, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ്ലി നമ്മള് മെർക്കുറി സ്പ്രെഡിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്? മെർക്കുറിന്റെ സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി കൂടി അല്ലെ, ഒരു വെള്ളം ഒഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കുട്ടികളെ മാറ്റി നിർത്താനായിട്ട് ആദ്യം ശ്രദ്ധിച്ചു എന്ന് വരില്ല, കാരണം അത് മാറി നിൽക്കുന്നെന്ന് പറയുള്ളൂ. അതേസമയം ഒരു ഗ്ലാസ് ആണ് പൊട്ടണമെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി ശ്രദ്ധിക്കും അല്ലെ, അത് കാരണം അത് ചില്ലാണ്, എല്ലാവർക്കും മുറിവുണ്ടാകാൻ സാധ്യത എന്ന് പറഞ്ഞ മാതിരി തന്നെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും ഇച്ചിരിയും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ത് മെർക്കുറി സ്പില്ലേജ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എവെക്ട് ഏരിയ അല്ലെ, ആ ഏരിയയിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതായിട്ട് വരും. If the spill is important, evict the area and call emergency service. അതായത് എത്രയും പെട്ടെന്ന് ആ ഭാഗത്ത് എവിക്ട് എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുക, ആ ഏരിയയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. എത്രയും പെട്ടെന്ന് എമർജൻസി സർവീസ് അല്ലെ ആരെങ്കിലും പെട്ടെന്ന് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ്. ഇനി മെർക്കുറിയുടെ ഒരു പ്രത്യേകത എന്താണ്? മെർക്കുറിയുടെ എന്തെങ്കിലും പ്രത്യേകതകൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും ഏതെങ്കിലും ലോകമായിട്ട് അത് രാസപ്രവർത്തനം നടത്തുമോ? മെറ്റലായിട്ട് രാസപ്രവർത്തനം, അതെ. ഓക്കെ, ഗോൾഡ് ആയിട്ട്. അപ്പൊ നമുക്കറിയാം ഗോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ രാസപ്രവർത്തനം നടത്തി അത് ഗോൾഡ് അല്ലാതെയും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് ഗോൾഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയിരിക്കേണ്ടതുണ്ട്. ടേക്ക് അവേ ജ്വല്ലറി, take away all jewelry from hands and wrists so that the mercury can combine with the valuable metals. അതായത് അത് എന്താണ് മെർക്കുറിയും എന്താണ് ഇതൊന്നും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒന്നിച്ച് രാസപ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാറ്റോ അല്ലെങ്കിൽ അതേമാതിരി തന്നെ ഗോൾഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റണമെന്നാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ വേസ്റ്റും കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിവെൻഷൻ അല്ലെ, മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ പേഴ്സണൽ എന്താണ് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ സ്കില്ല് പറയുന്നത്. കാരണം കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞു പോയി such as gloves, goggles and respirators before going to the spill to avoid a connection with the mercury and preventing inhalation of mercury vapors. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള അല്ലെ മെർക്കുറി കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അതിൽ എന്തൊക്കെ പെടുന്നത് ഗ്ലൗസുകൾ, നമ്മുടെ കയ്യോറകളുണ്ട്, ഗൂഗിൾസ് എന്ന് പറയുന്നതാണ് കണ്ണടകൾ, അതായത് നമ്മുടെ കണ്ണിലേക്ക് ആ വാതകത്തിന്റെ അംശം കയറാതിരിക്കാൻ വേണ്ടി. അതിന്റെ റെസ്പിറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്വാസത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷെ ഡബിൾ മാസ്ക് അല്ലെ ഒരു സാധാരണ മാസ്കും കൊണ്ടൊന്നും അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അപ്പൊ അതിന് പറ്റിയ മാസ്കുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണ് to avoid a connection with the mercury and preventing inhalation of mercury vapors. അതായത് ആ ഒരു വാതകത്തിന്റെ അത് നമ്മുടെ ശ്വാസത്തിലേക്ക് ഒന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻഗണന. അതാണ് ഇൻഹാലേഷൻ എന്നൊക്കെ പറയുന്നത് ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശ്വസനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എന്ന ഇതിന് മുന്നോടിയായിട്ട് റെസ്പിറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യണം. കണ്ണിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോഗിൾസുകൾ ഉപയോഗിക്കണം, ഗ്ലൗസുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അത്തരത്തിലുള്ള പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള സ്പില്ലേജിനെ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ. ഓക്കെ, കണ്ടെയ്ൻ ദ സ്പില്ലില് നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ എന്താണ് ആ ഭാഗങ്ങള് use a mercury spill kit or absorbent material like absorbent pads to contain the spill and prevent it from spreading. അതായത് നമ്മൾ മതിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ ഉപയോഗിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കണം. Put the material in a labeled hazardous waste bag or container for discarding. അവിടെ നമ്മൾ നേരത്തെ കണ്ട മാത്രം ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലല്ല, ഇവിടെ കൃത്യമായിട്ട് അപകടകരമായിട്ടുള്ള വേസ്റ്റിന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ തന്നെ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നിക്ഷേപിക്കണം. If it is small village, sit with the needleless syringe without the needle and dispatch for a recycle. നമുക്കറിയാം ചെറിയ രീതിയിലുള്ള ഒരു സ്പ്രെഡിങ് ഒക്കെ ആണെങ്കിൽ നീഡിൽലെസ് ആയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ചിട്ട് അത് വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്തെടുത്തിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. ഇച്ചിരി കൂടി വലുതാക്കി ആകുമ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കണം. അത് മാത്രമല്ല, അത് അബ്സോർബ് ചെയ്യാൻ മെറ്റീരിയൽസ് ഉപയോഗിക്കുമ്പോൾ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട്. ക്ലീൻ അപ്പ് ദ സ്പില്ലാണ്. എന്താണ് ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ പറയുന്നത്? യൂസിങ് മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അഡ്ഹർ ടു മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ് ഫോർ ദ എക്സാക്ട് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ അത് മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എന്താണോ പറയുന്നത് അവരുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് മതിയായ രീതിയിലൊക്കെ തന്നെ അവിടെ ക്ലീൻ ചെയ്യണം. Be cautious not to spread the mercury during clean up. നമ്മൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നെന്ന് പറയുന്നത് എന്താണ്? ക്ലീൻ ചെയ്യുമ്പോൾ മറ്റു ഭാഗത്തേക്ക് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം എന്നാ പറയുന്നത്? സ്പ്രെഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സം ഹോസ്പിറ്റൽ ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെയാണ്. എന്താണ് നമുക്ക് നിങ്ങളെ കാണാനൊന്നും പറ്റുന്നില്ലല്ലോ, പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ചാപ്റ്റർ ആകുമ്പോൾ ഇടയ്ക്കൊരു കോൺവെർസേഷൻ വേണമെന്നായിരുന്നു. Some hospitals follow all the mercury spill surface decontaminated with 10% sodium thiosulfate solution. ചില ഹോസ്പിറ്റൽസ് എന്താണ് ഇങ്ങനെയുള്ള മെർക്കുറി സ്പില്ലേജ് വേസ്റ്റിനെ അതിന് എന്താണ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാറുണ്ട്. Leave a window open to ആഫ്റ്റർ ദ ക്ലീൻ അപ്പ്. അതായത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം അല്ലെ എയർ കിടക്കാൻ വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ആഫ്റ്റർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ ദ മെർക്കുറി ഹാസ് ബീൻ റിമൂവ്ഡ് കണ്ടിന്യൂ നോർമൽ വർക്കിംഗ് ആൻഡ് യൂസിംഗ് ദ ക്ലീൻഡ് ഏരിയ ഫോർ കസ്റ്റമറി ഓപ്പറേഷൻ. അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷം കുഴപ്പമൊന്നുമില്ലാന്ന് കണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ക്ലീൻ അപ്പും കൂടിയൊക്കെ നടത്തിയതിനു ശേഷം കസ്റ്റമറി അല്ലെ നമ്മുടെ സാധാരണ രീതിയിലേക്ക് ആ ഒരു ഏരിയയെ മാറ്റി കൊടുക്കുക. Then dispose of waste. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് all materials that come into contact with the mercury should be discarded as
ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബൽഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. അത് ഹസാർഡ് വേസ്റ്റ് അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നേഴ്സിലോ തന്നെ ഇത് ഏതെങ്കിലും രീതിയിലുള്ള ടച്ച് സംഭവിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും രീതിയിൽ ടച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഇത്തരത്തിലുള്ള കണ്ടെയ്നേഴ്സിനെ നിക്ഷേപിക്കണം. അടുത്ത ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ചിലതിനൊക്കെ ലോക്കാലിറ്റിയുടെ മാത്രം പെർമിഷൻ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്, അതിനെ നശിപ്പിച്ച് കളയണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ലൊക്കാലിറ്റി അല്ലെ ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ രീതി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ഫെഡറൽ അല്ലെ ഭരണപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് നശിപ്പിച്ച് കളയാനായി. റിപ്പോർട്ട് ദ സ്പില്ല്. റിപ്പോർട്ട് ദ സ്പില്ലിൽ പറയുന്നത് സ്പിൽസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ആരെങ്കിലും വന്ന് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കാരണം പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ വരാം അല്ലെ. ഇഷ്യൂ വരുന്നതിന് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.